ചെങ്ങളായി പഞ്ചായത്തിലെ 10ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധി ശേഖരം ലഭിച്ചത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ഈ പരുപ്പായിലെ താജുദ്ദീന്റെ ഈ റബ്ബർ തോട്ടത്തിൽ തൊഴിലാളികൾ എത്തുന്നു. മഴക്കുഴി കുഴിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തപ്പോഴാണ് ഈ നിധി ശേഖരം കണ്ടെത്തിയത്. അപ്പോൾ ഇതാണ് നിധി കിട്ടിയ മഴക്കുഴി. ഇവിടെ ഒരു ചെറിയ കല്ല് വെച്ചൊരു സ്ഥലം കാണാം. ഇവിടെയായിരുന്നു നിധി ഈ ശേഖരം ഉണ്ടായിരുന്ന ആ പെട്ടി ഉണ്ടായിരുന്നത്. സാറിന് ഇതെന്താ സംഭവം തട്ടി ഇങ്ങനെ ഇട്ടിരുന്നുണ്ട്, ഇങ്ങനെ മറിച്ചിട്ട് മറ്റേ പെണ്ണുങ്ങളോ ചെന്നാ ഇതെന്താ സംഭവം കൊള്ളിയോണ്ടൊരു മറിച്ചിടുമ്പോൾ ഇത് തുറന്ന് നോക്കാൻ കണ്ണിൽ സ്വർണം വരുന്നു, വലുതും ചെറുതുമായിട്ട്. കണ്ണൂരായതുകൊണ്ടും സമീപകാലത്തെ സംഭവങ്ങൾ മുന്നിലുള്ളതുകൊണ്ടും ആദ്യം ഒരുപക്ഷെ ഇത് ബോംബാണോ എന്ന് അവർ കരുതി, പിന്നീട് ഇത് കൂടോത്രമാണോ എന്ന് കരുതി. ഒടുവിലാണ് ഇത് നിധിയാണെന്ന് മനസ്സിലായത്. ആദ്യമേ ഇതെന്താണെന്ന് അറിയില്ല. എന്നിട്ട് ഇവർക്കൊരാ ഇത് പറഞ്ഞത് ബോംബ് കിട്ടി, പിന്നെ നിധി കിട്ടി, കൂടോത്രം കിട്ടിയിരുന്നു. 17 മുത്തുമണി, 13 സ്വർണ്ണ ലോക്കറ്റുകൾ, കാശിമാലയുടെ പതക്കങ്ങൾ, വെള്ളി നാണയങ്ങൾ, പഴയ കമ്മലുകൾ എന്നിവയാണ് ഈ കുഴിയിൽ നിന്നും ലഭിച്ചത്. ഈ നിധി ശേഖരത്തിന് എത്ര വർഷം കാലപ്പഴക്കമുണ്ട് എന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ചില സംശയങ്ങളുണ്ട്. 200 വർഷം വരെ കാലപ്പഴക്കമുണ്ട് എന്നതാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ നിധി ഉണ്ട് എന്നുള്ള ഒരറിവുണ്ട്. അതാ എൻ്റെ അറിവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ചിലരെല്ലാം ഈ അഞ്ജനം വെച്ച് നോക്കുക എന്ന് പറയും. അഞ്ജനം ഇന്നും അഞ്ജനം വെച്ച് നോക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഈ ഭാഗത്ത് ഇന്ന് ഈ നിധി ഉണ്ട് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുപോയതിൻ്റെ ബാക്കിയായി ചില വെള്ളി നാണയങ്ങളടക്കം ഇന്നും പ്രദേശത്തു നിന്നും ലഭിക്കുകയുണ്ടായി. അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അത് പുരാവസ്തു ഇനത്തിൽപ്പെട്ടതാണോ, അതിൻ്റെ കാലപ്പഴക്കം മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് അവരെ അറിയിച്ചിട്ടുള്ളത്. വെറും കൗതുകം മാത്രമല്ല, അതിനപ്പുറം ചരിത്രപരമായ കുറേ അറിവുകൾ അവശേഷിപ്പിക്കുന്ന തെളിവുകളാണ് കണ്ണൂരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.